പാളയത്ത് വീട്ടിലെ കിടപ്പുമുറിയിൽ യുവാവിനെ കുത്തിക്കൊന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. പിടിയിലായ മാങ്കാവ് സ്വദേശി കുറ്റിയിൽ താഴം പോത്തഞ്ചേരി താഴം തെക്കിനേടത്ത് മീത്തൽ ദീപകിനെയാണ് അന്വേഷണ സംഘം ശനിയാഴ്ച ഉച്ചയോടെ കൊലപാതകം നടന്ന മുറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മകനെ കൊന്നില്ലയെന്ന് അമ്മയും ചേട്ടനെ എന്തിനാണ് കൊന്നതെന്ന് സഹോദരിയും കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നായിരുന്നു ഇതിന് മറുപടിയായി ദീപക് പറഞ്ഞത്. എനിക്ക് എന്തിനാണ് കൊല്ലേണ്ട ആവശ്യമെന്നായിരുന്നു ദീപക് അവരോട് ചോദിച്ചത്. എന്തായാലും ദീപക്കിനെ സ്ഥലത്തെത്തിച്ചതോടെ കൊല്ലപ്പെട്ട ബിജുവിന്റെ അമ്മ ബേബി, സഹോദരി ബിന്ദു എന്നിവരിൽ നിന്ന് വൈകാരികമായ പ്രതികരണങ്ങളായിരുന്നു ഉണ്ടായത്. മൃതദേഹം കിടന്ന മുറി പോലീസ് തെളിവെടുപ്പിനായി തുറന്നപ്പോഴായിരുന്നു ഈ സംഭവങ്ങൾ. കോഴിക്കോട് പാളയം സ്വദേശി ബിജുവിനെ ബന്ധുവായ ദീപക് കൊലപ്പെടുത്തിയത് വെറും 12 മിനിറ്റിനുള്ളിലാണെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ബിജുവിന്റെ വീടിന്റെ പരിസരത്തേക്ക് ദീപക് അച്ഛന്റെ സ്കൂട്ടറിൽ എത്തുന്നതും കൃത്യത്തിനു ശേഷം തിരികെ പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. കൊല്ലപ്പെട്ട ബിജുവിന്റെ ശരീരത്തിൽ 45 മുറിവുകൾ ഉണ്ടായിരുന്നു. കഴുത്തിൽ മാത്രം 18 കുത്തേറ്റ നിലയിലായിരുന്നു. കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിന് പിന്നിലുള്ള ഒറ്റമുറി വീട്ടിൽ ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ചോരയിൽ കുളിച്ച നിലയിൽ ബിജുവിന്റെ മൃതദേഹം അമ്മ കണ്ടെത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലിയുടെ മേൽനോട്ടത്തിൽ ടൗൺ ACP KV പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം 48 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിയിലാക്കുകയായിരുന്നു. ലഹരിക്ക് അടിമയായിരുന്ന ദീപകിനെ ബിജു മുൻകൈയെടുത്ത് ചികിത്സയ്ക്കായി ലഹരി വിമുക്ത കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിലുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 3 വർഷം മുൻപും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ഇതിനു പുറമെ കഞ്ചാവ് ഉപയോഗത്തിനും അയൽവാസികളെ ബോക്സിംഗ് രീതിയിൽ മർദ്ദിച്ചതിനും ദീപകിനെതിരെ കേസുണ്ട്. പ്രതി ധരിച്ചിരുന്ന രക്തം പുരണ്ട വസ്ത്രങ്ങൾ കത്തിച്ച നിലയിലും ബിജുവിന്റെ മൊബൈൽ ഫോണും സ്കൂട്ടറിന്റെ താക്കോലും ദീപകിന്റെ വീട്ടിൽ തലയിണയ്ക്ക് അടിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഫോണിന്റെ സിം കാർഡ് ഊരി പിന്നീട് തിരികെ ഇട്ടതാണ് സൈബർ പോലീസിന് ലൊക്കേഷൻ കണ്ടെത്താൻ നിർണായകമായത്. ലഹരിക്ക് അടിമയായിരുന്ന ദീപകിനെ ബിജു മുൻകൈയെടുത്ത് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ പകയുണ്ടായിരുന്നു ദീപകിന്. അതാണ് ഇവിടെ തീർത്തത്. അതേസമയം സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ദീപകിന്റെ കൈവിരലുകളിലെ മുറിവ് സംശയത്തിനിടയാക്കിയിരുന്നു. ബിജുവിന്റെ തല മതിലിൽ ഇടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മുറിവേറ്റതെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ ലഹരി സംഘങ്ങളാണ് കൊലപാതകത്തിനു പിന്നിലെന്ന സംശയമുണ്ടായിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതി ഒരുപാട് ശ്രമിച്ചിരുന്നു. ബിജുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴും പ്രതി പോയിരുന്നില്ല. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവിടേക്ക് പോയത്. അതേസമയം പരിക്കേറ്റ ഭാഗം പോലീസ് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയാണ് ദീപകിലേക്ക് അന്വേഷണം എത്തിയതും പ്രതി പിടിയിലായതും.